പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്കൊരു ദിവസം കൂടി നമുക്ക് ഈ മരുഭൂമി യാത്രയിൽ ദാനമായി ലഭിച്ചു. കർത്താവിനോട് കൂടി ആയിരിക്കുന്നത് എത്ര സന്തോഷമാണ്. തിരുവചനം പഠിക്കുന്നത്, ആ പഠനത്തിലൂടെ നമുക്ക് കർത്താവിനെ അധികമായി മാറ്റപ്പെടുത്തുവാനും കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാനും കഴിയും. ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവർക്ക് എപ്പോഴും നിത്യതയുടെ ദർശനം ഉണ്ടായിരിക്കണം. ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടം വ്യർത്ഥമായി പോകും. അപ്പോൾ എല്ലാം മറന്നും എല്ലാം ത്യജിച്ചും ആ വിളിക്ക് യോഗ്യമായി പൗലോസ്ലീഹ ഓടുന്നത് നമ്മൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമുക്ക് ആ തുറമുഖത്തെത്തണം. ആ ലക്ഷ്യം നമുക്കെപ്പോഴും എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ടായിരിക്കണം. ആ ഒരു നല്ല ദർശനം അഗ്രിപ്പാ രാജനോട് പറയുമ്പോഴും പറഞ്ഞു, എനിക്ക് ലഭിച്ച ആ സ്വർഗീയ ദർശനത്തെ ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ അതിനെ നഷ്ടപ്പെടുത്തിയില്ല. നിങ്ങൾക്ക് ആ ദർശനമുണ്ടോ? നമ്മൾ എന്തുകൊണ്ട് ദൈവവചനം ഇങ്ങനെ ആഴമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു? കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ കൂടുതലായി മഹത്വപ്പെടുത്താൻ കഴിയൂ. നമ്മൾ എത്രയൊക്കെ പരിശ്രമിച്ചാലും നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. കാരണം നമ്മൾ പരിധിയുള്ളവരാണ്. അപരിമേയനായ ദൈവത്തെ പരിധിയുള്ള മനുഷ്യന് എല്ലാ രീതിയിലും അത് ഗ്രഹിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ത്രിയേക ദൈവം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ഇതിനെതിരെ നിൽക്കുന്ന ചില കൾട്ട് ഗ്രൂപ്പുകളെക്കുറിച്ച് നമ്മൾ നോക്കുകയുണ്ടായി. അതിലൊന്നാണ് യഹോവ വിറ്റ്നസ്. ഞാൻ അവരെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ. ഒന്ന്, അവർ ത്രിത്വ നിഷേധികളാണ്. 2, അവർ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരാണ്. 3, അവർ പരിശുദ്ധാത്മാവിൻ്റെ ആളത്വവും ദൈവത്വവും നിഷേധിക്കുന്നു. 4, കർത്താവിൻ്റെ ബലിമരണം മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരത്തിന് വേണ്ടി എന്നത് അവർ നിഷേധിക്കുന്നു. 5, കർത്താവിൻ്റെ ശാരീരിക ഉയർപ്പിനെ അവർ നിഷേധിക്കുന്നു. 6, കർത്താവിൻ്റെ വ്യക്തിപരമായ മടങ്ങിവരവ് ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. 7, രക്ഷ കൃപയാലോ വിശ്വാസത്താലോ എന്ന് അംഗീകരിക്കുന്നില്ല. 8, മരണം കൊണ്ട് മനുഷ്യൻ്റെ അസ്തിത്വം അവസാനിക്കുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നു. 9, നിത്യനരകം എന്നൊന്നില്ല എന്നുള്ളതാണ് അവരുടെ പഠിപ്പിക്കൽ. 10-ാമത്തെ കാര്യം, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. ആ 1,44,000 പേർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നും പഠിപ്പിക്കുന്നു. ആ സംഖ്യയെല്ലാം കഴിഞ്ഞെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അല്പമായിട്ട് നോക്കിയിട്ടുണ്ടായി. 2-ാമത്തെ കാര്യം നമ്മൾ കണ്ടത് യേശുനാമക്കാരെക്കുറിച്ച്. യേശുനാമക്കാരെ കുറിച്ചൊരു പഠനം ഞാൻ കുറേ ദിവസങ്ങൾ ഈ ക്ലാസ്സിലായതുകൊണ്ടൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവർ ത്രിത്വവിശ്വാസം പഠിപ്പിക്കുന്നത് തെറ്റാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ത്രിത്വത്തെക്കുറിച്ച് കൂടുതൽ ശക്തമായിട്ട് പറഞ്ഞത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെയാണ് അവർ നിഷേധിക്കുന്നത്. 2, പിതാവിനെ മാത്രമേ ആരാധിക്കാവൂ, യേശുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വലിയ തെറ്റ് നമ്മൾ കാണുകയുണ്ടായി. മാത്രമല്ല, വലിയ ഒരു പെശക് വീണ്ടും ജനനം സ്നാനത്താലാകുന്നു എന്നുള്ളത്. സ്നാനത്താൽ വീണ്ടും ജനിക്കുന്നില്ല. യഥാർത്ഥമായി വീണ്ടും ജനനം വചനത്താലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. ഒപ്പം തന്നെ അവർ പഠിപ്പിക്കുന്നത് സ്നാനം യേശുവിൻ്റെ നാമത്തിൽ വേണം എന്നുള്ളതായിരുന്നു. അത് നമ്മൾ അല്പമായിട്ടെങ്കിലും കാണുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ 3-ാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, സാൽമനസുകാർ എന്ന് പറയുന്ന ഇവർ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നില്ല. ഇവർ പറയുന്നത് ദൈവം പരിശുദ്ധാത്മാവാണെന്നാണ്. ദൈവമാത്മാവാണെന്നുള്ളത് സത്യമാണ്. അത് കർത്താവിനെ പറഞ്ഞ കാര്യമാണ്. അപ്പം പിതാവിനെതിരെയോ പുത്രനെതിരെയോ പാപം ക്ഷമിക്കപ്പെടുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതിന് അവർക്ക് പറയാൻ തക്ക ചില വാക്കുകളുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ മത്തായി 12-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യമാണ്.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ ഈ വാക്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലും 3-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ലൂക്കോസ് 12:10 ഈ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്വത്തിൽ അവിടുന്ന് ഒരുവനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അത് സത്യമാണ്. അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവത്തിലെ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. എന്നാൽ പലരും ഈ പരിശുദ്ധാത്മാവിനെ വ്യക്തിയാണെന്നുള്ള നിലയിലും അംഗീകരിക്കാറില്ല. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന അനേക വചനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അതിനെക്കുറിച്ചൊരു ചില കാര്യങ്ങൾ മാത്രം, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതിൽ പരിശുദ്ധാത്മാവിനുള്ള പങ്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം വാക്യം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ ദൈവികമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് വെളിപ്പെട്ട് കിട്ടൂ. പരിശുദ്ധാത്മാവ് ആ കാര്യം നമുക്ക് പ്രകാശിപ്പിച്ച് തരുന്നില്ല എങ്കിൽ നമുക്ക് ആ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് കഴിയൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ദൈവികമായ ആഴമായ കാര്യങ്ങളെയും ആരായുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കാരണം താൻ ദൈവമാണ്. ആ ദൈവത്തിലൂടെ മാത്രമാണ് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ആത്മീയ സത്യങ്ങൾ അല്ലെങ്കിൽ സ്വർഗീയമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊരു വ്യക്തിയല്ല എങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ആ വ്യക്തിയല്ല എങ്കിൽ നമുക്ക് ഒരു രീതിയിലും അങ്ങനെയുള്ള സഹായം ലഭിക്കില്ല. അപ്പോൾ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂതിൽ എല്ലാ ദൂതും അവസാനിക്കുമ്പോൾ അവിടെ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവാണ് സഭകളോട് സംസാരിക്കുന്നത്. ഞാനതെല്ലാം വായിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അതിൻ്റെ 2-ാം അധ്യായം 7-ാം വാക്യം അവിടെ വായിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുണ്ടവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് സഭകളോട് സംസാരിക്കുന്നതെന്ന്. അത് നമുക്ക് തുടർമാനമായിട്ട് അതിൻ്റെ 11-ാം വാക്യം, 17-ാം വാക്യം, 29-ാം വാക്യം, അതിൻ്റെ 3-ാം അധ്യായം 6, അതിൻ്റെ 13, 22 എല്ലാ സഭയ്ക്കുള്ള ദൂതിലും അവസാനം ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ സഭകളോടും സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിലാണ് ദൈവദാസന്മാർ പോലും ദൂതറിയിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ആത്മാവ് അവിടെ എന്ത് ചെയ്യുന്നു? ആത്മാവ് സംസാരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ ഈ ആത്മാവ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. നോക്കുക, 8:26 ഞാൻ വായിക്കാം. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നോക്കുക, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവാണ് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടും അറിയില്ല.
എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പോലും വിജയകരമായി തീരുന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായിട്ട് കഴിയില്ല. കാരണം ആ വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ കുറവുകളെ, നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മൾ നാലാമത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിന് ഒരു വലിയ ഇത് യോഹന്നാൻ 15:26 വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 26 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് 15:26. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി എന്തുവാണ്? സാക്ഷ്യം പറയുന്നു. നമുക്ക് സാക്ഷ്യം പറയുക എന്നുള്ളതും വ്യക്തിപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. സാക്ഷ്യം പറയണമെങ്കിൽ നോക്കുക, കർത്താവിനെ കുറിച്ച് പൂർണ്ണമായും അറിവുള്ള പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്ന സാക്ഷ്യത്തിന് എന്ത് വിലയാണ്. ആ സാക്ഷ്യം സത്യമാണ്. ആ സാക്ഷ്യത്തെ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല. അപ്പോൾ പരിശുദ്ധാത്മാവും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇതും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 6ഉം 7ഉം വാക്യം വായിക്കുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് ഏത് നിലയിൽ വിശുദ്ധന്മാരെ നിയന്ത്രിക്കുന്നു അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ 6ഉം 7ഉം വാക്യം: അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കി, വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഞാൻ നിങ്ങളോട് ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഒരു യാത്രയിൽ സംഭവിച്ചൊരു കാര്യം. ഞാൻ നാസിക്കിൽ നിന്നും ഔറംഗാബാദിലേക്ക് പോകുമ്പോൾ ഞാൻ പൊതുവെ യാത്രയിലും എൻ്റെ അടുക്കൽ ഇരിക്കുന്നവരോട് സുവിശേഷം പറയും. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സുവിശേഷം പറയാൻ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവിനോട് അരുത്, പറയരുതെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ വിചാരിച്ചു, പരിശുദ്ധാത്മാവ് അങ്ങനെ വിലക്കുമോ? എല്ലാവരോടും വചനം പറയാനല്ലേ തിരുവചനം പറയുന്നേ, പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് അരുത് എന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചു. ഞാനൊരു അബദ്ധം കാണിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടും ഞാൻ അദ്ദേഹത്തോട് വചനം പറയാനിടയായിട്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? അദ്ദേഹം ഒരു ഷൗട്ട് ചെയ്തു. ആ ഷൗട്ടിൽ ആ വണ്ടി മുഴുവൻ കുലുങ്ങി എന്നുള്ളതാ. നോക്കണേ, ഉയ്യോ, ആ വണ്ടിയിലുള്ളവരെല്ലാം തിരിഞ്ഞ് അവിടുന്ന് എന്നെ നോക്കുക. അപ്പോൾ എല്ലാവരുടെയും ധാരണ ഞാൻ എന്തോ മോശമായ പെരുമാറ്റം അദ്ദേഹത്തോട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് വാസ്തവത്തിൽ പറഞ്ഞാൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോയെന്നുള്ളതാണ് വാസ്തവം. നോക്കണം, പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളത് കേട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് വളരെ വേദനാജനകമായിരിക്കുന്ന ഒരനുഭവം ഉണ്ടായി. എന്നാൽ ദൈവം വളരെ ആശ്വസിപ്പിക്കുന്നവനാണ്. ആ ദുഃഖത്തിൽ അധികം ദൂരം പോകാൻ ദൈവം അനുവദിച്ചില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വണ്ടി എല്ലാവർക്കും ഒരു 15 മിനിറ്റ് അവരുടെ തൽക്കാല ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് അവർ ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ നിർത്തിയപ്പോൾ ഞാനും വെളിയിലിറങ്ങി. അപ്പോൾ എന്നോട് ഒരു നല്ല ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി സാറേ, അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഷൗട്ട് ചെയ്തത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംഭവം പറഞ്ഞു. ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ അദ്ദേഹത്തോട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയാൻ ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ പുള്ളി ഉടനെ ഷൗട്ട് ചെയ്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അയ്യോ, എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ അടുത്ത് ആരുമില്ല, എൻ്റെ ആ അടുത്തുള്ള സീറ്റ് കാലിയാണ്. അതുകൊണ്ട് തുടർന്നുള്ള യാത്രയിൽ എൻ്റെ അടുക്ക് വന്നിരുന്നു എന്നോട് പറഞ്ഞു. അദ്ദേഹം വളരെ താല്പര്യമായിട്ട് അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തോട് പോയി ആ തുടർന്നുള്ള യാത്രയിൽ വീണ്ടും അവിടുന്ന് ഒരു 2 മണിക്കൂർ കൂടുതൽ യാത്രയുണ്ട്. ആ യാത്ര 4.5 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഈ സഹോദരനോട് വചനം പറഞ്ഞപ്പോൾ ബസ്സിലുള്ള എല്ലാവരും
ഈ വചനങ്ങൾ ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ യാത്രയിൽ പ്രത്യേകിച്ച് ബസ്സിലാവുമ്പോൾ നമുക്കറിയാമല്ലോ, ആ സ്വല്പം നല്ല സൗണ്ടിൽ പറഞ്ഞെങ്കിൽ മാത്രമേ ശരിക്കും കേൾക്കാൻ പറ്റൂ. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിലൂടെ കഴിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അത് കേൾക്കാൻ താല്പര്യം വർദ്ധിച്ചു. അവസാനം ഞങ്ങൾ ഇറങ്ങേണ്ട സ്ഥലത്ത് വന്നപ്പോൾ ഈ ഷൗട്ട് ചെയ്ത ആ മനുഷ്യൻ വന്ന് എന്നോട് സോറി പറഞ്ഞു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അവിടെ വലിയൊരു ആശ്വാസം ഉണ്ടായി. കർത്താവ് വലിയ പ്രവർത്തിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു സാരം, പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം. അങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഒരു എക്സാമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ. വീണ്ടും നമ്മളതിൻ്റെ 7-ാം വാക്യം അപ്പോസ്തല പ്രവൃത്തി 16:7 വായിക്കുമ്പോൾ, പിന്നെ മൂസയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു, യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. കണ്ടോ, പോകുവാൻ സമ്മതിച്ചില്ല. ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാനത് ചിന്തിക്കും. ഞാനൊരിക്കൽ സിക്കിമിലായിരിക്കുമ്പോൾ ഞാൻ സുവിശേഷം അറിയിക്കാൻ പോയ പാതയിൽ നിന്നും ആ പാതയിൽ തിരിച്ചു പോരരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. എനിക്ക് ആ പാതയാണ് ഏറ്റവും ഷോർട്ട് യൂണിറ്റിലേക്ക് പോകുവാൻ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞു, ആ വഴിയെ പോകരുത്. ഞാൻ വീണ്ടും നടന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും എന്നോട് ശക്തമായി പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു വഴിയായി പോയി. സംഭവം എന്താണെന്നറിയാവോ? അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി വിശ്വാസി വന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയും വളരെ ഗുണ്ടാ ടൈപ്പ് ആളായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ദേഷ്യമായി. എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കോക്കരിയൊക്കെ ആയിട്ട് വെട്ടുകത്തിയായിട്ട് ആ ഒരു സ്ഥലത്ത് കാത്തിരിക്കുകയായിരുന്നു. ഞാൻ മടങ്ങി വരുമ്പോൾ എന്നെ വെട്ടാൻ. പക്ഷേ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു വഴിയായി കടത്തിവിട്ടു. ശേഷം ഞാൻ ചുരുക്കി പറയട്ടെ, അവസാനം ആ വ്യക്തിയും രക്ഷിക്കപ്പെടാനിടയായത്. എന്നാൽ ആ വഴി അന്ന് ഞാൻ വന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, പരിശുദ്ധാത്മാവ് വിലക്കിയാൽ നമ്മൾ ആ വഴി വീണ്ടും പോകാൻ പാടില്ല. അപ്പോൾ ഒരു യഥാർത്ഥ ഭക്തനോട് കൂടെ ഈ കാര്യസ്ഥൻ, ഈ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളോട് സംസാരിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ധാരാളം ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഇതിനോട് ബന്ധപ്പെടുത്തി ഈ 2 കാര്യമൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നമ്മളോട് കൽപ്പിക്കുന്നു, നമുക്ക് ആലോചന തരുന്നു. 6-ാമത്തെ കാര്യം 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം എന്താണ് കാണുന്നത്? എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നോക്കുക, ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വമല്ലേ നമ്മൾ കാണുന്നേ. അത് വെറും ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നാണ് ഇതെല്ലാം നമ്മളോട് പറയുന്നത്. ദൈവമക്കളെ, നമ്മൾ ഈ സത്യം, ഞാൻ പറഞ്ഞില്ലേ ആനയെ കാണാൻ പോയവരെ പോലെ, അപ്പം ഈ സത്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ ത്രിത്വത്തിൽ ഒരുവനാ ത്രിയേകൻ, ത്രിത്വം എന്ന് പറയുന്നതിനേക്കാളും ത്രിയേകൻ എന്ന് പറയുന്നത് ഒരുവനാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് വെറും ഒരു ശക്തിയല്ല, അവിടുന്ന് ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് ഈ സംഭവങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾ 7-ാമത് നമ്മളൊരു കാര്യം നോക്കുമ്പോഴത്തേക്കും, ഈ രക്ഷിക്കപ്പെടുന്നവരെ ദൈവവേലയ്ക്ക് വേണ്ടി അയക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടും പറയുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഞാൻ വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കണ്ടോ, എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയെ
വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള ആ ബോധ്യം എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ശുശ്രൂഷകന്മാരും ഉണ്ടായിരിക്കാമല്ലോ. നിങ്ങൾക്കുണ്ടോ? വ്യക്തമായും ഞാനിത് പറയുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ടോമി, ഇനി ലോകത്തിൻ്റെതായ ഇതെല്ലാം വിട്ട് ഇനി പൂർണ്ണ സമയം എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ വേലയിൽ വർദ്ധിപ്പാൻ നീ ജോലി വിടുവാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ജോലി വിടുവാനിടയായി. ഒരു കാര്യം, ഇതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ, എനിക്കൊരു കാരണവശാലും ഈ ജോലിയിൽ നിന്നും വിട്ടുപോരുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം എനിക്ക് ഡിസ്ചാർജ് കിട്ടുകയില്ല. ഞങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് ആർമി ഹെഡ്ക്വാർട്ടർ സാങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഡിസ്ചാർജ് കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ പോലുള്ള അനേകർ അവരുടെ അത്യാവശ്യം പ്രമാണിച്ച് അനേകം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റേതും പോയി. നോക്കണം, ഞാൻ കൊടുത്തിരിക്കുന്ന റീസൺ സുവിശേഷം അറിയിക്കാൻ എനിക്ക് ഇനി സർവീസിൽ തുടരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ആ റീസൺ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ കരമാണ്, യാതൊരു സംശയവും. കാരണം എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഓഫീസിലെ തന്നെ ഒരു മേജർ ചോദിച്ചു എന്നോട്, ഇതെങ്ങനെ നിൻ്റെ ഇതിൽ നിനക്ക് സാങ്ഷൻ കിട്ടി? അവർക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ദൈവം തന്നെ അതിൻ്റെ വഴികൾ ഒരുക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഒരു വിഘ്നവും കൂടാതെ എനിക്ക് ലഭിക്കുവാനായിട്ടിടയായിട്ട്, അപ്പോൾ അത് ദൈവകരമാണെന്നുള്ളത് അത് നിസ്സംശയം പറയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല. എന്നേക്കാൾ അമ്മയും അപ്പനും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് അവസ്ഥയിൽ കിടക്കുന്ന, അവർക്ക് സഹായം വേണം. മറ്റുള്ളവരുടെ പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റിയല്ല. മറ്റു പല പല വലിയ വലിയ സീരിയസ് ഇഷ്യൂ അവരുടെ ആപ്ലിക്കേഷൻ പോലും തള്ളപ്പെട്ടപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ അംഗീകരിച്ചു. അതിന് കാരണം എന്താ? അത് ദൈവപ്രവൃത്തി തന്നെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ദൈവമാണ് നമ്മളെ ഇവിടെ. അപ്പോൾ അയാളോട് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു, നാസിക്കിൽ എൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്നിലൂടെ ഒരു നിലവിളക്ക് സ്ഥാപിക്കുവാൻ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മാത്രമല്ല, മറ്റു പലയിടങ്ങളിലേക്കും പോകുവാനും അവിടെയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലവിളക്കുകൾ സ്ഥാപിക്കപ്പെടുവാനും കർത്താവ് ഇടയാക്കി. കർത്താവ് ചെയ്തതാട്ടോ. നമ്മൾ ആ വാക്ക് കേട്ട് അനുസരിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവല്ലേ ചെയ്യുന്നത്. നോക്കുക, സത്യമതല്ലേ? അപ്പം ഇവിടെ എന്നിട്ട് അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അപ്പം ഈ ബർന്നബാസിനെയും ശൗലിനെയും ആരാ പറഞ്ഞയച്ചേ? പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചെന്നാ. അപ്പോസ്തലപ്രവൃത്തി 13:4. നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ നടത്തേണ്ടേ. അതുകൊണ്ടല്ലേ റോമർ 8:14 വായിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് അനേകം ദൈവാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ അവസ്ഥ. നമ്മൾ വീണ്ടും നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എഫേസോസിലുള്ള മൂപ്പന്മാരോട് പറയുന്നൊരു കാര്യം, അത് നമ്മൾ നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച. അപ്പോൾ ആരാണ് സഭയുടെ അധ്യക്ഷന്മാരെ നിയമിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറയുണ്ടാകും. അതിനകത്ത് ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഒരു സഭയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ മൂപ്പനെ നിയമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണം. നമുക്കറിയാം, നമ്മൾ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് അയക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന്
തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. കണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത്. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാറുണ്ടോ? ഇന്ന് അനേക വിശുദ്ധന്മാർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ വസിക്കുന്നു എന്നൊക്കെ അവർക്ക് അറിയാമെങ്കിലും അവർക്ക് അനുഭവമില്ല. ഈ ആത്മാവ് അവരോട് സംസാരിക്കുന്നില്ല. ഉണ്ടോ? നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചോ എന്നുള്ളത് ശ്രദ്ധിക്കണേ. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. അല്ല, പത്രോസിനോട് സംസാരിച്ചത് നമുക്കറിയാമല്ലോ. 10-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം, അതിൻ്റെ 19-20 വാക്യം എന്ന് വായിക്കാം. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരുടെ കൂടെ പോവുക എന്ന് പറഞ്ഞു. ഉണ്ടോ? പരിശുദ്ധാത്മാവ പറഞ്ഞു. ആ സംഭവത്തെക്കുറിച്ച് വീണ്ടും യെരൂശലേം സഭയിൽ പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്. 11-ാം അധ്യായം 12-ാം വാക്യം, ഒന്നും സംശയിക്കാതെ അവരോട് പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഉണ്ടോ? ആത്മാവ് എന്നോട് കൽപ്പിച്ചു. അതാ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ജനിച്ചിട്ട് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കൃത്യമായ അനുഭവം നമുക്കുണ്ടോ? ധാരാളം അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും നിങ്ങളോട് പറയാൻ പറ്റും, നിശ്ചയമായിട്ടും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നുള്ളത് സത്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ മാത്രമല്ല, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ത്രിയേക ദൈവമാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ സത്യമാണ്. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്, പുത്രനും ദൈവമാണ്, പിതാവും ദൈവമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ഇത് പതുക്കെ ഇങ്ങനെ ആഴത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ലളിതമായി ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഞാൻ പറയാൻ പോകുന്നത് പിതാവിനുള്ള പ്രത്യേകതകൾ പുത്രനും പരിശുദ്ധാത്മാവിനും ഉള്ളതായി വെളിപ്പെടുത്തിയിരിക്കുന്നു വചനത്തിൽ. അതാണ് ഞാൻ നാളെ നിങ്ങളോട് പറയാമെന്ന്. അത് നമ്മൾ ഇങ്ങനെ ലളിതമായി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ക്രമം, അതിനെ നമുക്ക് ഈ ട്രിനിറ്റി അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒരു പ്രകാശം അനേകർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് അനേക ദുരുപദേശക്കാരുടെ ആ ഉപദേശത്തിൽപ്പെട്ട് ജനങ്ങൾ നഷ്ടമായി പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരെക്കുറിച്ചുള്ള ആഗ്രഹം, അവരങ്ങനെ നഷ്ടപ്പെടരുത്. ത്രിയേക ദൈവം എന്നുള്ള ആ വിഷയം സഭകൾ ശക്തമായിട്ട് വിശുദ്ധന്മാരെ പഠിപ്പിക്കണം, അവരെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതിലൂടെയും കർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ശരിയായൊരു അറിവുണ്ടാകാൻ നമ്മൾ ഈ ക്ലാസ്സുകൾ പതുക്കെ അതിൻ്റെ, കാരണം ആ നിലയിൽ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അതൊന്ന് ശരിയായിട്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യർ 4:30 അല്ലേ? അപ്പോൾ ആരാ ദുഃഖിക്കുന്നത്? വ്യക്തിയല്ലേ. ശക്തിക്ക് ദുഃഖിക്കാൻ പറ്റുമോ? അപ്പോൾ താനൊരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ഒരിക്കലും പരിശുദ്ധാത്മാവോട് മറുത്തു നിൽക്കരുത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അല്പമായി പറയുന്നേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വേഗം വരുന്നു. ഒരുങ്ങിയിരിക്കാം. കർത്താവിനെ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന് മാത്രം